റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശ്വാസം മുട്ടി ഇടുക്കി മെഡിക്കൽ കോളേജ്. പരിമിതമായ സൗകര്യത്തിലാണ് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം. പുതുതായി നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റും കാടുകയറി മൂടി. പ്ലാന്റിൽ ഓക്സിജൻ നിറയ്ക്കാൻ വാഹനമെത്തിക്കാനുള്ള സൗകര്യവുമില്ല. റോഡുകൾക്കായി തുക അനുവദിച്ചെങ്കിലും നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പലതും ഇനിയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തിന് വളരെ ആവശ്യമായ ഓക്സിജൻ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും അതിന്റെ പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഓക്സിജൻ പ്ലാന്റിൽ ഓക്സിജൻ ഫില്ല് ചെയ്യുന്നതിനുള്ള വാഹനം എത്തിക്കുന്നതിനുള്ള വഴിയുടെ നിർമ്മാണം ആരംഭിക്കാത്തതാണ് ഈ കാലതാമസത്തിന് തടസ്സമായിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഓക്സിജൻ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. എന്നാൽ വഴിയുടെ നിർമ്മാണത്തിന് വേണ്ടതായിട്ടുള്ള ടെൻഡർ കൊടുക്കുകയോ അതിന്റെ നിർമ്മാണങ്ങൾ ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ വഴിയില്ലാത്തതുകൊണ്ട് വഴി ഉണ്ടാകുന്നതിന് മുമ്പ് നിർമ്മിച്ച പ്ലാന്റിൽ ഓക്സിജൻ ഫില്ല് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പഴയ ജില്ലാ ആശുപത്രിയുടെ സാങ്കേതിക സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ചെറിയ ചെറിയ ഓപ്പറേഷനുകൾ നടക്കുന്നത്. മെഡിക്കൽ കോളേജിന് വേണ്ടതായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ഈ പ്ലാന്റ് അടിയന്തരമായി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ആരോഗ്യവകുപ്പിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ് രാജാക്കാട്, ഗുഡ് മോർണിംഗ്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ പരിമിതമായ സൗകര്യങ്ങൾ, അതിൽ ഈ പുതുതായി നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റിലും കാടുകയറുകയാണ്. വണ്ടി വരാനുള്ള സൗകര്യം പോലുമില്ല. ഈ തുകയൊക്കെ അനുവദിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ അടിസ്ഥാന സൗകര്യമൊന്നും മെച്ചപ്പെടാത്തത് സന്ദീപ്? ഗുഡ് മോർണിംഗ് സുജയ പാർവതി. ഇടുക്കി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഇടുക്കിക്കാരുടെ ആതുര സേവന മേഖലയിലെ ഏറ്റവും വലിയ പ്രതീക്ഷയും ഏക ആശ്രയവുമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇടുക്കിയിൽ നല്ല ചികിത്സാ സംവിധാനമുള്ള ഒരു ആശുപത്രി ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നിന്നുള്ളവർ എറണാകുളം ജില്ലയെ ആശ്രയിച്ചാണ് ഈ ആശുപത്രി ആവശ്യങ്ങൾ നിറവേറ്റി പോകുന്നത്. ആ ഒരു ഘട്ടത്തിലായിരുന്നു ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. എന്നാൽ അത് പ്രായോഗികമായി ആ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നതിന് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. ഇല്ലെങ്കിൽ അത് ചെയ്യുന്നില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഓക്സിജൻ പ്ലാന്റ് എന്ന് പറയുന്നത്. അതായത് ഈ മെഡിക്കൽ കോളേജായി ഇത് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഈ ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ICU യൂണിറ്റ്, കാഷ്വാലിറ്റി, അതുപോലെ വാർഡുകൾ, അവിടേക്കൊക്കെ ഓക്സിജൻ എത്തിക്കണമെങ്കിൽ ഈ പ്ലാന്റ് പ്രവർത്തനക്ഷമമാകണം. 10,000 ലിറ്റർ ലിക്വിഡ് സംഭരണശേഷിയുള്ള ഒരു പ്ലാന്റാണ് ഇപ്പോൾ ഈ നിർമ്മാണം പൂർത്തിയാക്കി 2 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് ഈ പ്ലാന്റ് ആകെ കാട് കയറി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കരാർ കമ്പനിയുമായി, ഈ പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള കരാർ കമ്പനിയുമായുള്ള കരാർ ഈ സെപ്റ്റംബറിൽ അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഈ പ്ലാന്റിൽ ഈ ഓക്സിജൻ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സൗകര്യം ഒരുക്കി തരണമെന്ന് കാണിച്ചുകൊണ്ട് ഈ കരാർ കമ്പനി തന്നെ ആശുപത്രി സൂപ്രണ്ടിന് കത്ത് നൽകിയിരിക്കുന്ന സാഹചര്യവുമുണ്ട്. 2 ആഴ്ച മുമ്പാണ് ഇതിൽ പ്ലാന്റിൽ ഇത് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാഹനവുമായി എത്തി. എന്നാൽ ഈ വാഹനം അവിടേക്ക് കയറുന്ന ഒരു സാഹചര്യമില്ല. റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല. ഏതാണ്ട് ഒരു 100 മീറ്ററോളം വരുന്ന റോഡ് മൺപാതയായി കിടക്കുകയാണ്. ആശുപത്രിയിലെ മറ്റു റോഡുകളും ഇത്തരത്തിൽ തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടേക്ക് വാഹനം എത്താൻ ഉള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇല്ല എങ്കിൽ ഈ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഫില്ല് ചെയ്ത് നൽകുന്നതിൽ നിന്ന് തങ്ങൾ പിന്മാറും. അതിനുവേണ്ടി മുന്നോട്ടൊരു നടപടിയിലേക്ക് കടക്കില്ല എന്ന് അവർ നേരിട്ട് കത്തുമുഖേന അറിയിക്കുകയും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അധികൃതരുടെ ഭാഗത്തേക്ക് നമ്മൾ എത്തുമ്പോൾ അവർ പറയുന്നത് ഏതാണ്ട് 19 കോടി രൂപ റോഡ് നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അത് കരാറെടുത്ത് ഇനി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാറുകാരന് നൽകി ഈ 6 മാസത്തിനുള്ളിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ളതാണ്. പക്ഷേ ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നതിന് സൗകര്യങ്ങളില്ലാതെ അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടി വാഹനം പോലും എത്താത്ത അവസ്ഥയിൽ ഇടുക്കി മെഡിക്കൽ കോളേജിന് ശ്വാസം മുട്ടുന്നു. ഓക്സിജൻ നിറയ്ക്കാനായി വാഹനം എത്താൻ പോലും കഴിയാതെ ശ്വാസം മുട്ടുന്നു ഇടുക്കി മെഡിക്കൽ കോളേജിന് എന്നുള്ളതാണ് സന്ദീപ് രാജാക്കാട് പങ്കുവച്ച വാർത്ത.